ഹായ് എവരി വൺ. ഇന്ന് നമ്മളോട് കാണാൻ പോകുന്നത് Dji Osmo Pocket 4K ക്യാമറയാണ്. സോ നമുക്ക് ഈ ബോക്സ് തുറന്ന് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡ് സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇത് കൈമ ഇടാനായിട്ട് ക്യാമറ താഴെ വീണ് പോവാതിരിക്കാനും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു ഹാൻഡ് സ്ട്രാപ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ 2 കണക്റ്റേഴ്സാണ്, ഒന്ന് സാംസങ്ങിൻ്റെയും ഒന്ന് ഇത് ആപ്പിളിൻ്റെയും ഇത് സാംസങ്ങിൻ്റെയാണ്. USB-C പോർട്ടാണ് സാംസങ്ങിൻ്റെ വരുന്നത്. സോ പുതിയ ഫോണുകൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ചാർജർ USB-C ചാർജറാണ്. ക്യാമറ തുറന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഹാർഡ് കേസ് വരുന്നുണ്ട്. ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് പോയാലൊന്നും ക്യാമറയ്ക്കൊന്നും പറ്റാതിരിക്കുക ഒരു ഹാർഡ് കേസ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതൊരു 3 ആക്സിസ് ഗിംബൽ ക്യാമറയാണ്. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ക്യാമറ വഴി ബേസിക് സെറ്റിങ്സ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും വേണ്ടി സെറ്റിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ടർ ഉപയോഗിച്ച് മൊബൈൽ കണക്ട് ചെയ്തതിന് ശേഷം മൊബൈലിലെ മിമോ ആപ്പ് വഴിയാണ് സെറ്റിങ്സ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ക്യാമറ ഉപയോഗിക്കുമ്പോൾ എന്തായാലും മൊബൈൽ കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. സോ നമുക്ക് ഈ ക്യാമറയിൽ എന്തെല്ലാം സെറ്റിങ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഇതോരോ മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഫോട്ടോ, വീഡിയോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ് അങ്ങനെയുള്ള മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ്. പിന്നെ താഴെ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ റീസെൻറ്ററിങ്ങും ക്യാമറ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഈ ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയാണ് വരുന്നത്. നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസും ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ക്യാമറ ഫോണുമായി കണക്ട് ചെയ്ത് നോക്കാം. ഫോണുമായി കണക്ട് ചെയ്യാൻ ആദ്യമായി ഈ കവർ ഊരി മാറ്റണം. ഇതിനുശേഷം ഈ കണക്ടർ കണക്ട് ചെയ്യണം. നമ്മൾ ഈ ക്യാമറ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് USB-Cയും അതുപോലെ തന്നെ ഐഫോണ് വേണ്ടിയിട്ടുള്ള കണക്റ്റേഴ്സാണ്. സോ ഐഫോൺ അല്ലെങ്കിൽ USB-C പോർട്ടുള്ള ഫോണുകൾ കണക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇതിലൂടെ പറ്റുള്ളൂ. ഇത് USB-C പോർട്ട് ഉള്ള ഫോണാണ്. സോ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ക്യാമറ ഫോണുമായി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ Dji മിമോ ആപ്പ് ഓപ്പൺ ആവുന്നതാണ്. കൂടുതൽ പ്രൊഫഷണൽ സെറ്റിങ്സിന് വേണ്ടി പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിനും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും വേണ്ടിയിട്ട് ഉള്ള സെറ്റിങ്സാണിത്. ഇവിടെ ബേസിക് ആൻഡ് പ്രോ ബേസിക് ആയിട്ടുള്ളതാണെന്നെങ്കിൽ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടുള്ളതും പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഇതിലുണ്ട്. നമുക്കത് ഫോണിലൂടെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സിസ്റ്റത്തിൽ അതല്ലെങ്കിൽ ഈ ക്യാമറയിൽ നമുക്ക് പ്രൊഫഷണൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ വൺസ് ഇത് പ്രൊഫഷണൽ സെറ്റിങ്സിലേക്ക് ചേഞ്ച് ചെയ്താൽ ആ സെറ്റിങ്സിൽ തന്നെ ഡിവൈസിൽ സെറ്റായി കിടക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണുമായി കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബേസിക് സെറ്റിങ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇനി നമുക്കിത് പുറത്ത് പോയി കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഫോട്ടോ ക്ലാരിറ്റിയും അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കാം.